കേരളത്തിൽ സമാനതകളില്ലാത്ത ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തമുഖത്തേക്ക് വന്ന പ്രധാനമന്ത്രി ഒരു പാക്കേജ് തരും, കേന്ദ്രം കേരളത്തെ സഹായിക്കും, 1 രൂപയുടെ പോലും പാക്കേജ് ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങേക്കറിയാമല്ലോ. നമ്മളെ ഭരണഘിര കേന്ദ്രത്തിന് മുന്നിൽ പട്ടിണിയാണ് സാർ. ഞങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കും സാർ. അങ്ങോട്ടൊന്നും പോവല്ലേ. എനിക്ക് അത്ര രാഷ്ട്രീയം ഒന്നും അറിയില്ല. എനിക്ക് ജോലി നേടണമെങ്കിൽ പഠിക്കണം. സത്യമായിട്ട് എനിക്ക് രാഷ്ട്രീയം അറിയാം. ഞാൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ്. ഞങ്ങൾ അവിടെ 13 ദിവസമായിട്ട് ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ജീവിക്കുകയാണ് സാർ. ഞങ്ങളുടെ അടുത്ത് ഒരു രാഷ്ട്രീയക്കാരും വന്ന് ചോദിച്ചിട്ടില്ല മക്കളെ നിങ്ങൾ കഴിക്കുന്നുണ്ട്. രാത്രി പേടിച്ച സാർ അവിടെ കിടന്നുറങ്ങുന്നത്. മിനിഞ്ഞാന്ന് രാത്രി 3 മണിക്ക് മഴ തുടങ്ങി, 7:30 വരെ മഴ പെയ്തു. ഞങ്ങൾ ആ ടാർപ്പായി പൊക്കി പിടിച്ച് കിടക്കുമായിരുന്നു. എനിക്ക് ഈ കേന്ദ്ര ഗവൺമെന്റോ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ പഠിച്ചു, എനിക്ക് ആ ജോലിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ജോലിക്ക് അർഹതയുണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത്. ഞങ്ങളെ കുറിച്ച് സാറൊന്ന് സംസാരിക്കുക. മറ്റൊരു കാര്യം പറയാനുണ്ട് സാർ. ഈ നമ്മൾ കണക്ക് പറയുമ്പോൾ അഡ്വൈസ് മെമ്മോ അപ്പോയിൻമെന്റ് മെമ്മോ അത് രണ്ടാണ്. നമ്മൾ ഇപ്പം ഞാൻ ഒരു LD എക്സാം, ഒരു എക്സൈസ് എക്സാം, ഒരു പോലീസ് എക്സാം, വേറെ ഏതെങ്കിലും ഒരു എക്സാം എഴുതിയെന്ന് വിചാരിക്കുക. ഈ 3 എക്സാം ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല റാങ്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എനിക്ക് അഡ്വൈസ് മെമ്മോ വരും. പക്ഷെ ഞാൻ 3 എക്സാം ജോലിക്കും പോവോ? ഇല്ലല്ലോ, ഒരു ജോലിക്കേ പോവുള്ളൂ. അപ്പോൾ നമ്മളെ ഗവൺമെന്റ് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അഡ്വൈസുകൾ അയച്ചു എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് 3 അഡ്വൈസ് വന്നു. പക്ഷെ ഞാൻ അതിലൊരു ജോലിക്കല്ലേ പോവുള്ളൂ. വേറൊരു വൈ എന്നൊരു കുട്ടി, ആ കുട്ടിക്ക് എനിക്ക് വന്ന അഡ്വൈസ് അവക്കും പോവും, ഞാൻ ജോയിൻ ചെയ്യാത്തതുകൊണ്ട്. അപ്പൊ അഡ്വൈസ് ഒന്നും കൂടിയല്ലോ. നമ്മൾ അപ്പോയിൻമെന്റ് മെമ്മോ വെച്ചിട്ട് വേണം കണക്കെടുക്കാൻ. എനിക്ക് ഈ വലിയ ഒന്നും അറിയില്ല. എനിക്ക് ആകെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ പട്ടിണിയാണ്, ഞങ്ങൾ കൈവെടിയരുത്, അപേക്ഷയാണ്. ഇപ്പൊ കണ്ണുനീരൊന്നും വരുന്നില്ല, മനസ്സ് മരവിച്ച അവസ്ഥയാണ് സാർ. പിന്നെ ഈ RTA പ്രകാരം നോക്കിയപ്പോൾ അതിൽ കണ്ണൂർ ജില്ല ഉൾപ്പെട്ടിട്ടില്ല. 570ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. അതിലൊരു 300 350 തന്നാൽ ഞങ്ങൾ അവിടുന്ന് സമാധാനത്തോടെ മനസമാധാനത്തോടെ 570 അതിൽ കണ്ണൂർ ഡിസ്ട്രിക്ട് ഉൾപ്പെട്ടിട്ടില്ല. അപ്പം അതിൽ കുറച്ച് ഒരു 300 350 വേക്കൻസി ഒക്കെ തന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, നന്ദിയുള്ളവരായിരിക്കും. അത്രയും ഞങ്ങൾ ഹൃദയപക്ഷം തന്നെ ഞങ്ങൾ പറയും. ഇപ്പം അനവധി. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിന്റെ അവസാന ദിനങ്ങളിൽ കൊടുത്ത ആ ഒരു ബൾക്ക് വേക്കൻസി അല്ലേ, അത് നിങ്ങളുടെ പട്ടികയെ ബാധിച്ചിട്ടില്ലേ? അതും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് കഴിഞ്ഞ ലിസ്റ്റ് അവസാനിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ഡേറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പോൾ മാർച്ച് മാസത്തിലാണ് ലിസ്റ്റ് അവസാനിച്ചത്. ഇവർക്ക് ഞങ്ങളുടെ ലിസ്റ്റ് വന്നത് ഏപ്രിൽ 20-നാണ്. അപ്പം അവർക്ക് മെയ് വരെയുള്ള ഒഴിവുകൾ, പ്രതീക്ഷിത ഒഴിവുകൾ ആ കുട്ടികൾക്ക് കൊടുത്തു. ലിസ്റ്റ് അവസാനിക്കുന്ന 2 ദിവസം മുന്നെയാണ് ആ ബൾക്ക് വേക്കൻസി വന്നത്. ശരിക്കും ഞങ്ങളുടെ ലിസ്റ്റിന് കലണ്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 20th കറക്റ്റ് 12 മാസം. പക്ഷേ വേക്കൻസിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കറക്റ്റ് 10 മാസമേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. അത് വ്യക്തമായി പറയാൻ കാരണം ഗവൺമെന്റ് തന്നെ പറഞ്ഞ PSC തന്നെ പറഞ്ഞ കാര്യമാണ്. മെയ് വരെയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ മെയ് വരെയുള്ള ഒഴിവുകൾ ഞങ്ങൾ അർഹരല്ലേ? പിന്നെ ഈ എടുക്കാൻ സാറ് പറഞ്ഞ സാമ്പത്തിക മാന്ദ്യം അതൊക്കെ അതൊന്നും എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതിസന്ധി അതൊക്കെ ഉണ്ടെങ്കിൽ സാർ, ഞാൻ 2022-ലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ 2023 നോട്ടിഫിക്കേഷൻ വന്നു സാർ. അതിന്റെ റിട്ടേൺ എക്സാം കഴിഞ്ഞു, ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. 24 ഇതാ വീണ്ടും പുതിയ വിജ്ഞാപനം വന്നു. അപ്പോൾ അതൊന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഏജ് ഓവറായി. അപ്പോൾ ഈ കുട്ടികളെ ഞങ്ങളെ ഓൾറെഡി ക്ലിയർ ഔട്ടായ കുട്ടികളെ എടുക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ ഈ നോട്ടിഫിക്കേഷൻ? വെറുതെ നമ്മളിപ്പോ ഒരു ബാലഭൂമിയോ എനിക്കത് മനസ്സിലാവാത്ത കൊണ്ടാണ് സാർ. എൻ്റെ ഒരു അങ്ങ് ക്ലിയർ ചെയ്തു തരണം. എൻ്റെ ഒരു സംശയം മാത്രമാണ്. ഞങ്ങൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ 23-24 വെറുതെ നോട്ടിഫിക്കേഷൻ ഇടുന്നത്? പിന്നെ മാത്രമല്ല, ഞങ്ങൾ ഈ 11 മാസത്തോളം ഞാൻ കാസർഗോഡ് മുതലുള്ള കുട്ടികൾ സെക്രട്ടേറിയറ്റിൽ വരുന്നു, കാണുന്നു. എല്ലാവരെയും ഞങ്ങൾക്ക് അത്ര പെൺകുട്ടികളാണ്, ഞങ്ങൾക്ക് പൊളിറ്റിക്സ് വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾക്ക് വാക്കൻസി വരുമോ, ജോലി കിട്ടുമോ? അപ്പോൾ അവർ പറയും, മക്കളെ നമ്മൾ സെക്രട്ടറിയിലൊക്കെ വന്നപ്പോൾ എല്ലാ നേതാക്കന്മാരും പേടിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക മക്കളെ എന്ന് മാത്രമേ അവർ ഞങ്ങളെ വിളിച്ചിട്ടുള്ളൂ. എന്താ വന്നത്? ആ ഒരു ഭീഷണിയുടെ സ്വരം ഞങ്ങൾ കണ്ടിട്ടില്ല. ആ ധൈര്യത്തിന്റെ പുറത്താണ് ഞങ്ങൾ വീണ്ടും സെക്രട്ടറിയിലേക്ക് പോയത്, ഓരോ നേതാക്കന്മാരെയും കണ്ടത്. കാരണം ഞങ്ങളെ സ്നേഹത്തോടെ മാത്രമേ വരുമ്പോൾ ചോദിക്കും, മക്കളെ ഫുഡ് കഴിച്ചോ?
വാഹനത്തിന് പോകാൻ പൈസ ഉണ്ടോ, ഇത്ര ദൂരത്തു നിന്നാണ് വന്നത്, ആരാ വന്നത്, ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിച്ച് സ്നേഹത്തോടെ ഒരച്ഛൻ്റെയും ആ ഒരു സ്നേഹത്തോടെ മാത്രം ഞങ്ങൾക്ക് ഭയമില്ലാതെ ആ ഓഫീസുകൾ ഞങ്ങൾ കയറി ഇറങ്ങിയവരാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അച്ഛനമ്മയും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലേ സാർ, അതുപോലെ ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളെ മനസ്സിൽ സമരം എന്നൊരു അജണ്ട ഇല്ലായിരുന്നു. എന്നിട്ട് സമരം, ഞാൻ എൻ്റെ കോളേജിൽ പോലും സമരം വിളിക്കാത്ത ഒരാളാണ്, എനിക്കറിയില്ല സമരം എന്താണെന്ന് വെച്ചാൽ. എന്നിട്ട് അങ്ങനെ ഗതികെട്ടിട്ടാണ് സാർ ആ തെരുവിൽ കിടക്കേണ്ടി വന്നത്. അതും സാറിൻ്റെ മോള് ആണ് ഞാൻ, എനിക്കൊക്കെ ഈ ഒരു ഏജിൽ സാറിൻ്റെ മകളൊക്കെ തെരുവിൽ കിടക്കുക. സാറൊന്ന് രാഷ്ട്രീയം ഒക്കെ വിട്ടിട്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ സാറൊന്ന് ആലോചിച്ച് നോക്കിക്കേ സാർ. സാറിൻ്റെ മകള് ഇത്രയും ദിവസം ഭക്ഷണം പോലും കഴിക്കാണ്ട് തെരുവിൽ, ഒരു നേരം മാത്രം കഞ്ഞി, രാത്രി ഞങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ കഞ്ഞി കഴിക്കും. അതിൽ തന്നെ ആദ്യമൊക്കെ 60 കുട്ടികളുടെ സമരപ്പന്തലിൽ ഇപ്പം 22-20 കുട്ടികളുള്ളൂ. ബാക്കി അവർ എവിടെ പോയി? യൂറിനറി ഇൻഫെക്ഷൻ സാർ, കിഡ്നി സ്റ്റോൺ, ലോ BP, ഹൈ BP, മെന്റൽ സ്ട്രെസ്. റോഡിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം ബോധംകെട്ട് കുട്ടികൾ വീണത്. 2 ബസ് മുന്നിലും പുറകിലും. എന്തോ ആരുടെയൊക്കെ ഭാഗം കൊണ്ട് ആ കുട്ടികളെ വലിച്ച് ഞങ്ങൾ പുറകിലേക്ക് ഇട്ടു. മീഡിയക്കാർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാർ ഇത് കവർ ചെയ്യരുത്, കാരണം വീട്ടുകാർ പേടിക്കും, ഞങ്ങൾക്കൊക്കെ ഇവിടെ സമരം ചെയ്യണം. ഞങ്ങൾ കാല് പിടിച്ചാൽ അവർ പറഞ്ഞു ഓക്കെ മക്കളെ ഞങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ സാറൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ ഹൈ BP, ലോ BP ഒക്കെ വരാൻ ഞങ്ങൾക്ക് ചെറിയ കുട്ടികളല്ലേ സാർ, ഈ വലിയ അസുഖങ്ങൾ വരാൻ പ്രായമായിട്ടില്ലല്ലോ. അതും കൂടാതെ ഈ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർ, ഇവരെന്തിന് ഇവിടെ കിടക്കുന്നു, ജോലിയോ നിങ്ങൾക്ക് പോ, എന്തിന് വേറെ പണിയില്ലേ, അങ്ങനെ പറയുന്നവർ. പിന്നെ കുറേ ആൾക്കാർ സഹതാപ തരംഗം കൊണ്ടുവരും. ഞങ്ങൾക്ക് സഹതാപം ഒന്നും ആവശ്യമില്ല, ജോലിയാണ് ആവശ്യം സാർ. പട്ടിണി തന്നെയാണ്. ഇനി എന്തൊക്കെ അസുഖങ്ങളാണ് ഈ തെരുവിൽ കിടന്ന് വന്നിട്ട് ഞങ്ങൾക്ക് വരാൻ പോകുന്ന അറിയില്ല സാർ. ഒന്നുകൂടെ അറിയണം, ഇന്നലത്തെ ഞങ്ങളുടെ സമരം, മിനിഞ്ഞാന്നത്തെ ഞങ്ങളുടെ സമരം ഭിക്ഷ എടുക്കലായിരുന്നു. ഏത് പട്ടിണിയിൽ അത് കിടക്കുന്ന അച്ഛനമ്മമാരാണെങ്കിലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അവർ മക്കളെ സ്വന്തം രാജകുമാരന്മാരായിട്ടേ വളർത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കരഞ്ഞത് ആ ഒരു ദിവസം മാത്രം. ഞാൻ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഫുട്പാത്തിൽ ഒരു ബക്കറ്റ് വെച്ച് വല്ലൊന്നും ഇടണേ ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ അന്ന് കണ്ടത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖമാണ് സാർ. ഞാൻ ഡിഗ്രി റാങ്ക് ഹോൾഡറാണ്, PG റാങ്ക് ഹോൾഡറാണ്. ഞാൻ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാർ ആ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ, അതും നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിന്റെ പടിക്കൽ പത്മനാഭന്റെ മണ്ണിൽ ഈ തലസ്ഥാന നഗരിയിൽ ഗതികെട്ട് ഭിക്ഷക്കാരിയെ പോലെ ഇങ്ങനെ വാടി തളർന്ന് സ്വയം മാനസികമായൊക്കെ ഡൗണായി പിച്ചയെടുക്കേണ്ടി വരും. എന്നിട്ട് ആ പൈസ കൊണ്ട് വൈകുന്നേരം ഭക്ഷണമായി കഴിക്കേണ്ടി വരും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് എനിക്കറിയില്ല, ഞാനിതിൽ രാഷ്ട്രീയം അങ്ങനെ ഒന്നും കലർത്തുന്നില്ല. ഞങ്ങൾക്ക് തരാനുള്ളത് മാത്രം തന്നാൽ മതി സാർ, അപേക്ഷയാണ്. ഈ 3 ദിവസത്തിൽ ഇത് സാധാരണ ക്യാബിനറ്റ് പോലെ കടന്നു പോകുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾ ആയുസാണ്. ഈ ഏപ്രിൽ 19 കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന കുട്ടിയാണ്. എനിക്കറിയില്ല ട്രെയിൻ കയറി അങ്ങനെ എൻ്റെ നാട്ടിലെത്തണമെന്ന്. അത്രയും പലരും പറയും ബി പ്രാക്ടിക്കൽ, നെക്സ്റ്റ് എക്സാമിന് പഠിക്കൂ എന്നൊക്കെ പറയും. അവിടെയും പ്രശ്നമുണ്ട് സാർ. ഞങ്ങൾ 11 മാസം ഓരോ ആൾക്കാരെ കണ്ടപ്പോഴും മക്കളെ വരും 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 എന്നാണ് പറഞ്ഞത്. ആദ്യം തൊട്ടേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ജോലി കിട്ടുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേമേ നിങ്ങൾക്ക് വരില്ല, നമുക്ക് ജോലി എടുക്കാൻ പറ്റില്ല, നിങ്ങളൊക്കെ വേറെ എക്സാമിന് പഠിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ട് ഇത് ഞങ്ങളെ ആശിപ്പിച്ച പോലെ ഞങ്ങൾ കുറ്റപ്പെടുത്തല്ലേ സാർ. ഞങ്ങൾ കുട്ടികളല്ലേ, ഇപ്പോൾ ഒരു ആശിപ്പിച്ചിട്ട് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ നമ്മളൊരു മിഠായിയൊക്കെ വാങ്ങിച്ചിരുന്നവർ ആശിപ്പിച്ചിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടമില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളോടാണോ ദേഷ്യം, ഞങ്ങളെ പരിഹസിക്കുന്ന ആളോടാണോ ദേഷ്യം എന്നൊന്നും അറിയാൻ പറ്റാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അത് ആർക്കൊക്കെ മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഇച്ചിരൊക്കെ പേടിയായിരുന്നു. നീ സമരത്തിന് പോവുകയെ, അയ്യോ വേണ്ട കേട്ടോ നിനക്ക് വയ്യാണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിയതിന് ശേഷമാണ് അച്ഛനെ പറഞ്ഞത് അച്ഛൻ ഞാൻ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത്. അത്ര ഒരു രക്ഷയും ഇല്ലാഞ്ഞിട്ട് ഇപ്പം ഈ മാസ്ക് ധരിക്കുന്നത് പോലും എൻ്റെ അച്ഛൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അത്രയും പാവപ്പെട്ട ഇനി എങ്ങനെ ഞങ്ങൾ അവസ്ഥ പറഞ്ഞു തരണമെന്ന് അറിയില്ല സാർ. അത്രയും അവസ്ഥ ഗതികെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ദയവ് ചെയ്ത് ഞങ്ങളെ കൈവിടരുന്നത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത്തിരിയെങ്കിലും അർഹമല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ കിടക്കുന്നതെങ്കിൽ നമുക്കത് കിടക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ന്യായമായ അവകാശം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ വെയിലും മഴയും ഞങ്ങൾക്ക് താങ്ങാനുള്ള ശക്തി തരുന്നത്. അത് ഞങ്ങൾക്ക് പറ്റാത്ത, നടക്കാത്ത, ഞങ്ങൾക്ക് വേണ്ടാത്തത്, ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് ആ വെയിലും മഴയും മഞ്ഞും കൊണ്ട് അവിടെ കിടക്കാൻ പറ്റില്ല സാർ. ടൗണാണ്, സാമൂഹ്യ വിരുദ്ധരുണ്ടാവും. ഇപ്പം അറിയാലോ, മറ്റേ ലഹരി കഞ്ചാവും അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ. പേടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കാവലൊന്നും അവിടെ ഇല്ല. ഞങ്ങൾക്കായിട്ട് ഒരു പോലീസ് അതിനെ ഏർപ്പെടുത്തിയിട്ട് അത് പോലീസുകാർ തന്നെ പറഞ്ഞ കാര്യമാണ്. സംരക്ഷണം അവർ തന്നെ പറഞ്ഞു, ആശാ വർക്കർമാരുടെ സംരക്ഷണമാണ്. പക്ഷെ ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് അവരുടെ ഒരു മനസ്സറിവുകൊണ്ട്
എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കൺമുന്നിലല്ലേ, അവരും കുടുംബ കുട്ടികളൊക്കെ ഉള്ളവരല്ല. അതുകൊണ്ട് അവർ ഞങ്ങളൊന്നും വന്ന് നോക്കി മക്കളെ കഴിച്ചോ നോക്കി, ഞങ്ങൾക്ക് അവിടെ കാവൽ അവർ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ഞങ്ങൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതുവരെ ഓരോ നേതാക്കന്മാർ വന്ന് വാക്കൻസി പോട്ടെ, മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിക്കും, ഒരു മാനുഷിക പരിഗണന, വനിതാ സ്ത്രീ എന്നൊക്കെ പോട്ടെ, ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇങ്ങനെ വെയിലത്ത് കിടക്കുന്ന കണ്ട നമ്മൾ അതിനെ മാറ്റിക്കിടത്ത് ഇത്തിരി വെള്ളം കൊടുക്കുകയോ ചെയ്യില്ല സാർ. അതുപോലെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എനിക്കിതിൽ കൂടെ ഞങ്ങള് ഇന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു വയസ്സായ അപ്പൂപ്പൻ വിറച്ചു വരുന്നു. അപ്പം ഭക്ഷണം വേണം അപ്പൂപ്പൻ, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോയ ഉച്ചക്ക് കഞ്ഞിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുള്ള കഞ്ഞിയിൽ ഒരു പങ്ക് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തു. ആ മനുഷ്യൻ ആർത്തിയോട് കഴിക്കുക. അപ്പം ഞങ്ങൾ ആലോചിച്ചു, ഇതുപോലെ ഒരു കാരണം ഞങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പൈസ തന്ന് ഞങ്ങളെ ജോലിക്ക് കയറ്റണം അങ്ങനെ ഒന്നല്ലല്ലോ പറയുന്നത്. ബുദ്ധി ഉപയോഗിച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് വേർത്തൊഴുകി ഞാനൊക്കെ ഇനിയൊന്നും അനുഭവിക്കാനില്ല. പലരും നിനക്ക് പറ്റോടി അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് ഒരു അതിജീവനം പോലെയായിരുന്നു. എനിക്കൊരു സ്വർഗം കിട്ടിയ ഒരു അനുഭൂതിയായിരുന്നു ആ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ. അത്രയും സന്തോഷം. പക്ഷെ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നു സാർ, എന്ത് കഷ്ടകാലത്തിനാണ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നത്. എല്ലാവരുടെയും മുന്നിൽ പരിഹാസ കഥാപാത്രമായി, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യചിഹ്നമായി. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്, 3 വർഷമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി കളഞ്ഞതെന്ന് പറയാം. ജോലി കിട്ടി അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും അതിന് വേണ്ടി ചെലവഴിച്ചത് 3 വർഷം. പെൺകുട്ടിയാണ് സാർ, ഞാൻ വിവാഹം പോലും കഴിക്കാതെ എത്രയോ കുട്ടികൾ അതിലുണ്ട്, അമ്മമാരായ അറിയണ്ട്. അപ്പോൾ ഒരു മനുഷ്യായുസിന്റെ 3 വർഷം ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതില്ല എന്ന് പറയുമ്പോൾ സാറാണെങ്കിൽ സഹിക്കുമോ? എത്ര ആഗ്രഹിച്ച സാധനം ഇല്ലെന്ന് പറയുമ്പോൾ, അല്ല സാറിൻ്റെ മക്കൾക്കാണെങ്കിൽ സാറ് സഹിക്കുമോ? ഇത് അങ്ങനെ ചോദ്യം ചെയ്യുന്നതല്ല. ഒരു മകളായി സാറിനെ കണ്ടതിന് ഉത്തരം തന്നാൽ മാത്രം മതി.